ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജിയസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തിക ഇപ്പോൾ ഗോകുലിനെ കാണാനായി അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോകുലിനോട് സംസാരിക്കുകയാണ് ഇപ്പോൾ അവന്തിക. ഗോകുൽ പറയുന്നുണ്ട്, നിങ്ങളെന്നെ കാണാൻ വന്നത് തന്നെ തെറ്റാണ്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, നിങ്ങൾ ഈ കേസ് എടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഗോകുലിനെ പിന്മാറിക്കൂടെ? അതൊരു സഹായമാണ്. ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് ഗോകുൽ എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യണമെന്ന് അവന്തിക. ഇല്ല, എനിക്കിതിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല. എൻ്റെ പ്രൊഫഷനിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നേരത്തെ തന്നെ ഇതൊക്കെ ഞാൻ അവന്തികയോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഗോകുൽ പറയുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. പരസ്പരമുള്ള തീരുമാനങ്ങൾ ഒന്നിച്ചു പോയാൽ ഭാവിയിൽ രണ്ടുപേർക്കും അത് ഗുണം ചെയ്യും. ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ തന്നെ സത്യസന്ധമായ ജീവിതമാണോ നമ്മുടേതൊക്കെ? ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു. കണക്കുകൾ ബാക്കിയാണെങ്കിൽ അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കേണ്ടി വരുമെന്ന് ഗൂഗിൾ തന്നെയാണ് പറഞ്ഞത്. സമൃദ്ധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. ഇത് കേട്ട് ഗൂഗിൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സമൃദ്ധിയുടെ കാര്യങ്ങളെല്ലാം ഒരു തുറുപ്പുചീട്ടായി എടുക്കാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഗൂഗിൾ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഭയമില്ല. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു പോകുന്ന ചില സാഹചര്യത്തിൽ മനുഷ്യൻ്റെ കണക്കുകൂട്ടൽ ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് തിരിച്ചറിയുമ്പോൾ വേദനയോടെയാണെങ്കിലും അത് തിരുത്തണം. എന്നാൽ തിരുത്താൻ പറ്റാത്ത ഒരു കണക്കും എൻ്റെ ജീവിതത്തിൽ ബാക്കിയില്ലെന്നും ഗൂഗിൾ പറയുന്നു. നമുക്കെല്ലാം ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മുടെ കുടുംബമല്ലേ? അതിനെന്തെങ്കിലും പോറലേറ്റാൽ ഗൂഗിളിനത് സഹിക്കുമോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ഞാൻ ഗൂഗിളിൻ്റെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അവന്തിക ഇപ്പോൾ പോകുന്ന വഴി മൂർത്തിയോട് പറയുന്നുണ്ട്, ഞാനിപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എനിക്കെതിരെ വാദിക്കാൻ ഗൂഗിൾ കോടതിയിൽ വരില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് വേണ്ടത് ഞാൻ അയാൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുന്നു. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, ഇയാൾക്ക് പണ്ടും നമ്മൾ പലതും ഇട്ടുകൊടുത്തതാണല്ലോ. മൂർത്തി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അന്നത്തെ അവസ്ഥയിലല്ല ഗോകുൽ ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുംബത്തിനകത്ത് നീറിപ്പോകുന്ന പ്രശ്നത്തിനിടയ്ക്കാണ് അയാൾ നിൽക്കുന്നത്. അത്ര പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ ഗോകുലിന് കഴിയില്ല എന്നും അവന്തിക പറയുന്നു. സച്ചിക്ക് വേണ്ടി എല്ലാ കളികളും കളിച്ചത് ആ അഡ്വക്കേറ്റ് ആരതിയാണ് എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് വേണ്ടി കടിച്ചു കീറാൻ നിൽക്കുന്ന മൃഗങ്ങളിലെ അവർ രണ്ടുപേരും. എന്നാലും ഈ സുഗതൻ മേനോൻ ഇതെവിടെ നിന്നാണ് വന്നത്? അയാളെ ഇറക്കി കേസ് കുത്തിപ്പൊക്കിയതിന് പിന്നിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവന്തിക. സുഗതൻ മേനോൻ വെറും ഒരു ആയുധം മാത്രമാണ്. ആ ആയുധം പിടിച്ചിരിക്കുന്ന കയ്യിലെ ഉടമസ്ഥനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അധികം വൈകാതെ തന്നെ ഞാൻ അയാളെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ മൂർത്തിയും പറയുന്നു. മൂർത്തി എന്തായാലും അതൊക്കെ നോക്കിക്കോളൂ, ഗോകുലിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഈ സുഗതൻ മേനോനെ ഇറക്കിയുള്ള കളിയുടെ പിന്നിൽ ഗോകുലിന് എന്തെങ്കിലും പ്ലാനുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. ശേഷം ഇപ്പോൾ ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട്. ഗോകുലിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആ ഡോക്ടർ. ഗോകുൽ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. എന്നെ കാണാൻ വരുന്ന എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നതാണ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ ജോലി. എന്ന് ആ ഡോക്ടർ പറയുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് സമാധാനമില്ല എന്ന് ഗോകുൽ പറയുന്നു. ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, വീട്ടിലാണോ അതോ കോടതിയിലാണോ പ്രശ്നമെന്ന്. കോടതിയിലെ പ്രശ്നം ഞാൻ എങ്ങനെയും മാനേജ് ചെയ്യാം, പക്ഷേ വീട്ടിലെ പ്രശ്നം അതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നത് എന്ന് ഗൂഗിൾ പറയുന്നു. സത്യം പറഞ്ഞാൽ നിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട് എന്ന് ഗൂഗിൾ ഡോക്ടറോട് പറയുന്നു. എന്താ, വൈഫുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, അതൊന്നുമല്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ ചെയ്ത പലതും കഷ്ടമായി പോയോ എന്നൊരു തോന്നൽ. അതെൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് പറയുന്നു ഗൂഗിൾ. ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, പ്രശ്നം എന്തുമായിക്കോട്ടെ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടണം. നിൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളൊക്കെ നീ ഒരു കടലാസിൽ എഴുതിക്കോളൂ, ഡയറി പോലെ. നിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണോ അതെല്ലാം എഴുതിക്കോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഈ സ്ട്രെസ്സ് അവസാനിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് ഗൂഗിൾ ചോദിക്കുന്നു. ഇല്ല, ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനല്ല. പക്ഷേ മനസ്സിനെ ചുമക്കുന്ന ചിന്തകളെ കടലാസിലേക്ക് ഇറക്കി വെച്ചാൽ അതെല്ലാം ആ പ്രശ്നങ്ങളൊക്കെ കുറച്ചെങ്കിലും മാറും. അത് കാണാതെ പോകും. അത് വലുതായി തോന്നിയ പല പ്രശ്നങ്ങളും ചെറുതായി തോന്നും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹോംവർക്ക് എന്നൊക്കെ ഡോക്ടർ. നീ തമാശ കളയി, എനിക്കാണെങ്കിൽ ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നും ഗോകുൽ പറയുന്നുണ്ട്.
ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തുള്ള പകുതി മനുഷ്യരുടെയും പ്രശ്നമാണ്. ഓരോ വർഷവും കഴിയുന്തോറും പുരുഷന്മാരിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് തിരിച്ചറിയണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, നീ എനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് തന്നാൽ മതി എന്ന് പറയുന്നു. ഉടനെ ഡോക്ടർ പറയുന്നു, നീ ആദ്യം ഞാൻ പറയുന്ന ഒന്ന് ചെയ്യുക. ഒരാഴ്ച നീ ഇങ്ങനെ ചെയ്താൽ നിന്റെ പല പ്രശ്നങ്ങളും തീരും. അതിരിക്കട്ടെ, ഗൗരിമോൾ എന്തെടുക്കുന്നു എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അവളാണ് ഞങ്ങളുടെ കുടുംബത്തിലെ പോസിറ്റീവ് എനർജി എന്ന് ഗൂഗിൾ പറയുമ്പോൾ, അവളുടെ കൂടെ കൂടുതൽ സമയം നീ ചെലവഴിച്ചാൽ നന്നായിരിക്കും. എല്ലാ ദിവസവും ഡയറി എഴുതി കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുൻപേ ഈ ടാബ്ലറ്റ് കഴിക്കണം. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്, അല്ലാതെ സ്ലീപ്പിംഗ് പിൽസ് അല്ല എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ഒരു 1 വീക്ക് കഴിഞ്ഞ് നീ വീണ്ടും കാണാൻ വരണം എന്ന് പറഞ്ഞ് ഡോക്ടർ ഗൂഗിളിനെ പറഞ്ഞു വിടുകയാണ്. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഏട്ടൻ നേരത്തെ എത്തിയോ എന്ന് ചോദിച്ച് സ്നേഹ അവിടേക്ക് വരുന്നുണ്ട്. അമ്മ എവിടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ് എന്ന് സ്നേഹ പറയുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന ടെൻഷനോടെ തന്നെ സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നീ എന്താ അമ്മയ്ക്ക് വയ്യെന്നുള്ള കാര്യം എന്നെ വിളിച്ച് പറയാതിരുന്നത്? അമ്മയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചുകൂടെ എന്നൊക്കെ സച്ചി ഇപ്പോൾ സ്നേഹയോട് ചോദിക്കുന്നുണ്ട്. സ്നേഹയെ വഴക്ക് പറയുന്നു, എന്നിട്ട് അകത്തേക്ക് പോകുന്നു. എന്നോട് ചൂടായിട്ട് എന്തിനാ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ അമ്മയെ എത്ര തവണ വിളിച്ചാണ്, ഈ അമ്മ ഞങ്ങളെ വഴക്ക് കേൾപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്നേഹ പറയുന്നുണ്ട്. കമലയാണെങ്കിൽ അർച്ചനയെ കുറിച്ച് തന്നെ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് ആ കട്ടിൽ തന്നെ കിടക്കുകയാണ്. എഴുന്നേക്കാൻ കൂട്ടാക്കുന്നില്ല. ഉടനെ സച്ചി ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മ ഇത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. കരഞ്ഞ് പനി പിടിച്ചു അല്ലേ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ, എനിക്ക് എങ്ങോട്ടേക്കും പോകണ്ട, എനിക്ക് കുറച്ച് സമാധാനം വേണമെന്ന് കമല. അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് സച്ചി ചോദിക്കുമ്പോൾ, ജീവിച്ചിരുന്ന മകൾക്ക് ബലിയിടാൻ ഇറങ്ങിയില്ലേ ഞാൻ, ഏറ്റവും മഹാഭാപിയായ ഒരമ്മയാണ് ഞാൻ, എനിക്ക് ജീവിക്കാൻ പോലും അർഹതയില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഇപ്പോൾ കമല. ഇങ്ങനെ ബഹളം വെച്ച് മറ്റുള്ളവരെ കൂടി അറിയിക്കരുത് എന്ന് സച്ചി പറയുന്നുണ്ട്. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പോലും ഈ അമ്മയ്ക്ക് സാധിച്ചില്ലല്ലോ, എന്നോട് ക്ഷമിക്കും മോനെ, അവളെ മറന്ന് മറ്റൊരു കല്യാണം കഴിക്കാൻ പോലും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ കമല പറയുന്നുണ്ട്. എനിക്ക് അമ്മയോട് ഒരു പിണക്കവുമില്ല, അമ്മ അറിയാതെ ചെയ്തതല്ലേ എന്നൊക്കെ സച്ചിൻ ചോദിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ കിട്ടാൻ തുടങ്ങിയില്ലേ അമ്മേ, അർച്ചനയും കുഞ്ഞും അതുപോലെ തന്നെ നമുക്ക് തിരികെ കിട്ടും എന്ന് സച്ചി പറയുമ്പോൾ, നീ പറഞ്ഞത് ശരിയാണ്, ഞാനൊരു അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ കമലയും പറയും. അവൾക്കൊന്നും ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത്, അതങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ അമ്മയ്ക്ക് അവളെ ഒന്ന് കാണണം എന്ന് കമല പറയുന്നുണ്ട്. ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എന്നെ കണ്ടാലും അവൾ തിരിച്ചറിയില്ലല്ലോ, അതിനുള്ള അവകാശം പോലും ഈ അമ്മയ്ക്കില്ലേ എന്നൊക്കെ കമല ചോദിക്കുന്നു. ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി, വേറെയൊന്നും എനിക്ക് വേണ്ട, അമ്മയുടെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണമെന്ന് കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുകയാണിപ്പോൾ കമല. ഇത് കേട്ട് സച്ചി ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെ തന്നെ അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്ന ഗോകുലിനെയാണ്. ഗോകുൽ ഇപ്പോൾ അവന്തിക പറഞ്ഞതിനെ പറ്റി തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഗോകുൽ ടാബ്ലറ്റ് കഴിക്കാനായി വെള്ളം നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. ഈ സമയം അവിടേക്ക് വെള്ളവുമായി അർച്ചന വരുന്നുണ്ടായിരുന്നു. ആ വെള്ളം ഇങ്ങി തന്നെ എന്ന് പറഞ്ഞ് ആ ടാബ്ലറ്റ് ഇപ്പോൾ കഴിക്കുകയാണ് ഗോകുൽ. ഗോകുൽ ഇപ്പോഴും ഈ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അല്ലാതെ പറ്റണ്ടേ, ഉറക്കം എൻ്റെ 7 അയലത്ത് പോലും വരുന്നില്ല, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ചില സമയം സ്ട്രെസ്സ് സഹിക്കാൻ കഴിയുന്നില്ല എന്നും ഗോകുൽ പറയുന്നുണ്ട്. ഇത് ഡോക്ടർ പറഞ്ഞു തന്ന മരുന്നാണ്, സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിച്ചോളൂ എന്ന് ഗോകുൽ അർച്ചനയോട് പറയുന്നുണ്ട്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഗോകുൽ പറയുന്നത് ആണ് എനിക്ക് വിശ്വാസം, പക്ഷേ പ്രൊഫഷണൽ ഇത്രയും ടെൻഷൻ സ്വാഭാവികമല്ല എന്നൊക്കെ അർച്ചന പറയുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എല്ലാം കൂടി എവിടെ ചെന്ന് അവസാനിക്കും എന്നെനിക്കറിയില്ല എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഓരോന്നും ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടില്ല, ഈ സ്ട്രെസ്സിൻ്റെ ഒരു പ്രധാന കാര്യവും അത് തന്നെയാണെന്നും ഗോകുൽ പറയുന്നു. ഗോകുൽ എൻ്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്, എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഗോകുൽ അറിഞ്ഞാൽ പിന്നെ ഗോകുൽ ഒരു മുഴുഭ്രാന്തനായി പോകുമോ എന്നാണ് എൻ്റെ വിഷമം. ഈശ്വര, അങ്ങനൊന്നും സംഭവിക്കില്ലേ എന്നൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. അങ്ങനെ ഇപ്പോൾ അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഗോകുൽ അർച്ചനയോട് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് എന്നും ഗോകുൽ പറയുന്നുണ്ട്. ഇങ്ങനെ എത്ര നാൾ നമ്മളൊരു കൂരയ്ക്ക് കീഴെ കഴിയും, എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്, ഈ അഭിനയം എന്ന് വരെ തുടരുമെന്നും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. ഇത്രയും അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് അകലെയായിപ്പോയി, ഈ അഭിനയം തുടരാതെ മറ്റെല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് ഗോകുൽ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ അർച്ചനയോട് ചോദിക്കണമെന്നുണ്ട് ഗോകുലിന്, പക്ഷേ എന്നാൽ ഇതെല്ലാം മനസ്സിൽ വിചാരിക്കുകയാണ് ഗോകുൽ. അർച്ചനയോട് ഇതൊന്നും തന്നെ സംസാരിക്കുന്നില്ല. എന്താ ഗോകുൽ, എന്തിനാ എന്നെ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് എന്തോ ഒന്ന് ഓർത്തിട്ട് വിളിച്ചതാണ്, മറന്നുപോയി, ഗുഡ് നൈറ്റ്, പോയിക്കോളൂ എന്ന് ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന അവിടെ നിന്ന് പോവുകയാണ്. ഗോകുലിൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്, അത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.